ഹായ് ഓൾ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് RRB അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന കാര്യം നമുക്കറിയാം. അതുപോലെ തന്നെ അതിന്റെ വേക്കൻസിയുടെ ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മെഡിക്കൽ സ്റ്റാൻഡേർഡിന്റെ കാര്യത്തിൽ സംശയങ്ങളുണ്ട്. അതിനുള്ള മറുപടിയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന, ഈ ഒരു എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവരും ഈ ഒരു മാനദണ്ഡം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഓരോന്നായിട്ട് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഈ ഷോർട്ട് നോട്ടീസ് പ്രകാരമുള്ള ഡീറ്റെയിൽസ് എന്ന് പറയാം. അതായത് ഈ ഒരു പോസ്റ്റിലേക്ക് നിലവിൽ 11,127 വേക്കൻസികൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ചിലപ്പോൾ ഈ നമ്പർ കൂടാം. ഇനിയും ഇതിന് സാലറി ആയിട്ട് പറയുന്നത് 19,900 രൂപയാണ്. ഇത് റെയിൽവേയുടെ സാലറിയാണ്. പക്ഷേ ഇത് നമ്മുടെ ഇൻ ഹാൻഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ സാലറി നമുക്ക് ഉണ്ടാവും. പിന്നെ അത് കൂടാതെ ഡ്യൂട്ടി അലവൻസ് അങ്ങനെയുള്ള പല ബെനിഫിറ്റ്സും കിട്ടുന്ന ഒരു പോസ്റ്റാണ് ALP എന്ന് പറയുന്നത്. നല്ല സാലറി ഉള്ള ഒരു പോസ്റ്റാണ്. ലക്ഷങ്ങൾക്കടുത്ത് വരെയൊക്കെയാണ് പലർക്കും സാലറി ആയിട്ട് ഡ്രോ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ പോസ്റ്റിൻ്റെ ഈ ഒരു സാലറി കണ്ട് ഈ ഒരു പോസ്റ്റിനെ സാലറി കുറവുള്ള പോസ്റ്റായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇനിയും ഇതിന് അപേക്ഷിക്കാൻ പറ്റുന്ന നിലവിലെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇത് അപേക്ഷിക്കാൻ കഴിയുന്ന IT അടിസ്ഥാന യോഗ്യതയായിട്ടുള്ളൊരു എക്സാമിനേഷനാണ്. ഈ ഒരു പ്രായത്തിൽ OBC-ക്കാർക്ക് 3 വർഷവും SC/ST വിഭാഗങ്ങൾക്ക് 5 വർഷവും ഇളവ് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പരിധിക്കുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. എന്താണ് ഇതിൻ്റെ ഹെൽത്ത് കണ്ടീഷൻസ് എന്നുള്ളതാണ്. ആത്യന്തികമായിട്ട് A1 ലെവലിലുള്ള ഫിസിക്കലി ഫിറ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ മസ്റ്റാണ്. അതായത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാൾക്കും ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപേക്ഷിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ പറയത്തക്ക ബുദ്ധിമുട്ടുകളും ശാരീരിക ക്ഷമതയൊക്കെ ഉള്ള ഏതൊരു ആൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. ഇനിയുള്ളതാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള കാര്യം. അതായത് കാഴ്ചശക്തിയെ സംബന്ധിച്ച ഒരു മാനദണ്ഡം വളരെ കൃത്യമായിട്ട് പാലിക്കേണ്ട ഒരു തസ്തികയാണ്. കാരണം ട്രെയിനിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ സിഗ്നലുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടത് കൊണ്ട് തന്നെ കാഴ്ചയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇവിടെ റെയിൽവേ ചെയ്യുന്നില്ല. അതിൽ കൃത്യമായിട്ടുള്ള മാനദണ്ഡമുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ വിഷൻ സ്റ്റാൻഡേർഡ്സിൽ ഡിസ്റ്റന്റ് വിഷൻ എന്ന് പറയുന്നത് 6/6 2 കണ്ണുകൾക്കും ഉണ്ടായിരിക്കണം. അതിൽ തന്നെ അതായത് നമ്മൾ ഫോഗിങ് ടെസ്റ്റ് എന്ന് പറയുന്നൊരു ടെസ്റ്റ് ഉണ്ട്. ഈ ഫോഗിങ് ടെസ്റ്റിലാണ് ഇത് ചെക്ക് ചെയ്യപ്പെടുന്നത്. അതിൽ +2 മുകളിലോട്ടുള്ള ഒന്നും ഒരു ഇതും അംഗീകരിക്കില്ല. ഈ ടെസ്റ്റ് ഒന്നും തന്നെ കണ്ണാടി വെച്ചുകൊണ്ടുള്ളതല്ല. അതായത് കണ്ണാടി വെക്കാതെ തന്നെ നിങ്ങളുടെ 2 കണ്ണുകൾക്കും ഡിസ്റ്റൻസ് വിഷൻ 6/6 ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഒരു പോസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കാൻ പറ്റൂ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഈ ഒരു വിഷൻ ചിലർക്ക് ചെറിയ കുറവൊക്കെ ആണെങ്കിൽ പോലും ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 6/6ലേക്കൊക്കെ ട്രീറ്റ് ചെയ്ത് എത്തിക്കാൻ പറ്റുന്ന മാർഗം നിലവിലുണ്ട്. ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് എഴുതാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അവരുടെ കണ്ണ് പരിശോധിച്ച് അത്യാവശ്യം ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്താൽ ഈ ഒരു വിഷനിലേക്ക് കാഴ്ച എത്തിക്കാൻ പറ്റും. ചിലർക്ക് അറിയില്ല, ചിലപ്പം കുറച്ച് വിഷന് കുറവുണ്ടായിരിക്കും. അതൊന്ന് പോയി ടെസ്റ്റ് ചെയ്തൊന്ന് മനസ്സിലാക്കി അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നോർമലായിട്ട് എടുക്കാനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ഇന്ന് അവൈലബിൾ ആണ്. ഇനി നിയർ വിഷനും 0.6 വിത്തൗട്ട് ഗ്ലാസ് ഉണ്ടായിരിക്കണം എന്നത് വളരെ കൃത്യമായിട്ടുള്ള മാനദണ്ഡമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളിലും ഈ 2 വിഷനിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ തന്നെ കാര്യങ്ങളൊന്ന് വിലയിരുത്തിയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് എടുത്താൽ അത് ചെറിയ കുറവൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോർമലി തന്നെ ഇതൊന്ന് ഈ ഒരു ലെവലിലേക്ക് ഉയർത്താനുള്ള സാഹചര്യം നിലവിലുണ്ട്. ഇനിയും വളരെ പ്രധാനപ്പെട്ട മറ്റ് കാര്യങ്ങളാണ്, അഡീഷണൽ ടെസ്റ്റുകളാണ്. അതിൽ തന്നെ കളർ വിഷൻ എന്ന് പറയുന്നത് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കാനോ ഈ ഒരു പോസ്റ്റിലേക്ക് വരാനോ യോഗ്യനല്ല. ഇനി ബൈനാക്കുലർ വിഷൻ അതുണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ഫീൽഡ് ഓഫ് വിഷനും നൈറ്റ് വിഷനും മെസോപ്പിക് വിഷൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഈ പ്രശ്നങ്ങളൊന്നും ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. കാരണം ട്രെയിനിൻ്റെ സിഗ്നലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവനം കൊണ്ടാണ് നിങ്ങൾ ട്രെയിൻ ഓടിക്കുന്നത്. അപ്പം ഇതിനകത്ത് വലിയ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈ മാനദണ്ഡങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ റെയിൽവേ പാലിക്കും. മാത്രവുമല്ല ഈ ടെസ്റ്റുകളൊക്കെ നടത്തുന്നത് റെയിൽവേയുടെ ഓൺ മെഡിക്കൽ ബോർഡായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങളിലൊന്നും ഒരു തരത്തിലുള്ള കോംപ്രമൈസും നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നത് നിങ്ങളുടെ കരിയറിനെ വളരെയധികം ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു കാര്യമാണ്. വേറൊരു കാര്യമുണ്ട്. ഈ ഒരു എക്സാം മനസ്സിൽ കണ്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് പരാജയപ്പെട്ടാലും ഇതിൻ്റെ അതേ സിലബസ് വെച്ച് തന്നെ മറ്റ് എക്സാമുകളുണ്ട്. അതിന് ഇത്രമാത്രം ഡിഫിക്കൽട്ടായിട്ടുള്ള റിലേറ്റഡ് ടെസ്റ്റുകളോ റിലേറ്റഡ് ആയിട്ടുള്ള മാനദണ്ഡങ്ങളോ ഇല്ല എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എക്സാമിനേഷൻ ഈ ഒരു പഠനം ഉപയോഗിക്കാവുന്നതാണ്. ഇനിയും ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്
ALPയുടെ കോഴ്സുകൾ ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. CBT 1ഉം CBT 2ഉം ക്രാക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ കോഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പഠനം ശരിയായ ട്രാക്കിലാക്കി സക്സസ് എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കോഴ്സ് നടത്തുന്നത്. നമുക്കറിയാം കേരള PSCയുടെ കൂട്ട് റാങ്ക് ലിസ്റ്റിലൊന്നും കിടക്കേണ്ടുന്ന ഒരു എക്സാമിനേഷൻ അല്ല. നിങ്ങൾ ഇതിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടുന്ന ഒരു എക്സാമിനേഷൻ ആണ്. അപ്പോൾ ആ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് ജോലിക്ക് എത്തത്തക്ക രീതിയിൽ തന്നെ നിങ്ങളെ പ്രാപ്തരാക്കുന്ന രീതിയിലാണ് ഏണസ്റ്റ് അക്കാഡമി കോഴ്സുകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നതും കോഴ്സിന്റെ വിശദവിവരങ്ങൾ അറിയുന്നതിനുമായിട്ട് താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.